ഹലോ എവറി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 5ാം ക്ലാസ്സുകാരുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ 3rd ക്വസ്റ്റ്യൻ ആണ്. വായിച്ചു നോക്കാം. 1395 pens are put in packets of 12 each. How many pens will be remaining? ഡിവിഷനിലെ ക്വസ്റ്റ്യൻ ആണ്, ചാപ്റ്റർ 4ലെ ക്വസ്റ്റ്യൻ ആണ്. 95 pens are put in packets of 12 each. 1395 പേനുകൾ 12 എണ്ണം വെച്ച് പാക്കറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ പാക്കറ്റ് ആക്കുമ്പോൾ എത്ര പെന്ന് ബാക്കി വരും എന്നാണ് ചോദ്യം. നമുക്ക് എന്ത് ചെയ്യണം? ഇത് ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കുക അല്ലേ. അപ്പോൾ ഡിവിഷൻ മെത്തേഡ്സിലെ റെക്റ്റാങ്കിൾ ഡിവിഷൻ ആണ് 1395 ഡിവൈഡഡ് ബൈ 12. നമുക്കറിയാം 12 ഇൻറ്റു 100 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് 1200 നമുക്ക് എത്തുന്നുണ്ട് അല്ലേ. 12 ഇൻറ്റു 100 എടുത്തു കഴിഞ്ഞാൽ 1200 എത്തുന്നുണ്ട്. നമുക്കിവിടെ എന്ത് ചെയ്യാം? നമുക്കിവിടെ 100 എടുക്കാം. 10 എടുത്താലും ഉത്തരം കിട്ടും, പക്ഷെ ഒരുപാട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്യാം? കുറേ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ലേ. അപ്പോൾ 12 ഇൻറ്റു 100 1200 എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം അല്ലേ. 195 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 12 ഇൻറ്റു 10 നോക്കാം. 12 ഇൻറ്റു 10 വരുമ്പോൾ അത് 120 വരുന്നുണ്ട്. 12 ഇൻറ്റു 10 120 വരുന്നുണ്ട്. പിന്നെ 12 ഇൻറ്റു 20 എടുത്തു കഴിഞ്ഞാൽ അത് 240 ആയിട്ട് മാറും. അപ്പോൾ അത്രയ്ക്ക് മുകളിൽ പോകേണ്ട ആവശ്യമില്ല, നമുക്ക് ചെറുതല്ല വേണ്ടത്. 12 ഇൻറ്റു 10 എടുത്തു. അപ്പം 10 ഇൻറ്റു 12 120. 75 ആയി. ഇനി നമുക്കറിയാം 12 ഇൻറ്റു 5 ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നുണ്ട്? 12 ഇൻറ്റു 5 60 ആണ്. ദെൻ 12 ഇൻറ്റു 6 വരുമ്പോൾ അത് 72 വരുന്നുണ്ട്. 12 ഇൻറ്റു 6 വരുമ്പോൾ 72 വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് 6 എടുക്കാം. അപ്പം 6 ഇൻറ്റു 12 72. ബാലൻസ് 3. ഇതിന്റെ മീനിങ് എന്താ മക്കളെ? ഇതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ 1395 പെന്ന് 12 എണ്ണം വെച്ച് നമ്മൾ ഇങ്ങനെ പാക്ക് ചെയ്യുമ്പോൾ എത്ര പാക്കറ്റ് ആവശ്യം വരുന്നുണ്ട്? 100 പ്ലസ് 10 പ്ലസ് 16 അല്ലേ. 116 പാക്കുകൾ ആവശ്യമുണ്ട്. 116 പാക്ക് ആവശ്യമുണ്ട്. നമുക്ക് എത്ര എണ്ണം ബാക്കി വരും ഇങ്ങനെ പാക്ക് ചെയ്യുമ്പോൾ? ഇങ്ങനെ പാക്ക് ചെയ്യുമ്പോൾ 3 പേൻ അവിടെ ബാക്കി വരുന്നത് റിമൈൻഡർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ എന്താ വരിക? ഹൗ മെനി പെൻസ് വിൽ ബി റിമൈനിങ്? എത്ര എണ്ണം ബാക്കി വരുന്നുണ്ട്? 3 പെൻസ് വിൽ ബി ലെഫ്റ്റ്. 13 എണ്ണം ബാക്കി വരുന്നുണ്ട്. 3 എണ്ണം ബാക്കി വരുന്നുണ്ട്. ഡിവൈഡ് കണ്ടുപിടിക്കാം. അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി മോർ പെൻസ് ആർ നീഡഡ് ടു ഗെറ്റ് 1 മോർ ഫുൾ പാക്കറ്റ്? ഇപ്പൊ നമ്മുടെ കയ്യിൽ 116, നമ്മുടെ ആൻസർ 116 അല്ലേ. 116 ഫുൾ പാക്കറ്റ് ഉണ്ട്. ഓരോ പാക്കറ്റിലും 12 എണ്ണം വെച്ചിട്ടുണ്ട്. ബാക്കി എത്ര എണ്ണം വന്നു? 3 എണ്ണം ബാക്കി വന്നു. ഞാൻ ബി ക്വസ്റ്റ്യൻ എന്താ? ഹൗ മെനി മോർ പെൻസ്? എത്ര അധികം പേനകൾ ആർ നീഡഡ് വേണം ടു ഗെറ്റ് 1 മോർ ഫുൾ പാക്കറ്റ്? ഒരു ഫുൾ പാക്കറ്റ് കൂടി ആവാന് എത്ര പേനയും കൂടി വേണം എന്നാണ് ചോദ്യം. നമുക്കറിയാം ഒരു ഫുൾ പാക്കറ്റിൽ 12 പേന ഉണ്ടാവുക. നമ്മുടെ കയ്യിൽ 3 പേന ഉണ്ട്. അപ്പൊ ഇനി ഒരു 9 എണ്ണം കൂടി കിട്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഫുൾ പാക്കറ്റ് ആക്കാൻ പറ്റും അല്ലേ. സോ ഹൗ മെനി മോർ പെൻസ് ആർ നീഡഡ് ടു ഗെറ്റ് എ ഫുൾ മോർ പാക്കറ്റ്? യെസ്, അതായത് 9 പേനയും കൂടി നമ്മുടെ കയ്യിൽ എക്സ്ട്രാ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പാക്കറ്റ് കൂടി എന്ത് ചെയ്യാം? ഫുള്ളാക്കിയിട്ട് മാറ്റി വയ്ക്കാം. കാരണം നമ്മുടെ കയ്യിൽ ഇപ്പോൾ 3 പേന ബാക്കിയുണ്ട്. അതിലേക്ക് ഒരു 9 എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ 3 + 9 12 ആയിരിക്കും. അപ്പോൾ ഒരു പാക്കറ്റ് കൂടി എക്സ്ട്രാ കിട്ടും. ആൻസർ ഇസ് 9. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ഈക്വൽ ടു 128 ഡിവൈഡഡ് ബൈ 8? 128നെ 8 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഒരു ഉത്തരം ഉണ്ടാവും അല്ലേ. അതിനോട് ഈക്വൽ ആയത് ഈ 4 ഓപ്ഷൻസിൽ ഏതാണ് എന്നാണ് ചോദ്യം. ഇത് നമുക്ക് 2 മെത്തേഡിൽ ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് 128നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് 10 എടുത്താൽ ഇവിടെ 80 വരും, ഇവിടെ 4 വരും, പിന്നെ 6 വരും, 48. അപ്പൊ ആൻസർ
16 ആണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും പുതിയ ഡിവിഷൻ മെത്തേഡിൽ ആൻസർ എന്ന് പറയുന്നത് ഈ സൈഡിലുള്ളതാണ് അല്ലേ. സോ ആൻസർ 16 വരും. അപ്പോൾ അതിനർത്ഥം എന്താ, 128നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ഉത്തരം 16 ആണ്. ഇതേ ഉത്തരം വരുന്നത് ഈ 4 ഓപ്ഷൻസിൽ ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ എപ്പോഴും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടിയില്ല നിങ്ങൾ ഈ ആൻസർ ഒന്ന് കണ്ടുവെക്കുക, 16 കണ്ടുവെക്കുക. എന്നിട്ട് നമുക്ക് സംശയമുള്ളത് മാത്രം അതും ചെയ്ത് നോക്കാം. 4 ഓപ്ഷൻസും ചെയ്യാൻ നിൽക്കണ്ട, ഡൗട്ടുകൾ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഡൗട്ട് വെച്ചാൽ ഇവിടെ നോക്കിയേ, ഇവിടെ 128 ആണ്, അതിൻ്റെ പകുതിയാണ് 64. ഇവിടെ 8 ആണ്, അതിൻ്റെ പകുതിയാണ് 4 ഇവിടെ വരുന്നത്. അപ്പോൾ ഇതാകാനൊരു ചാൻസ് ഉണ്ട്, ചെയ്ത് നോക്കാം. 64 ഡിവൈഡഡ് ബൈ 4. നമ്മളിവിടെ ഒരു 10 എടുത്താൽ 10 4s are 40 വരുന്നുണ്ട്. 4 2 24ൽ എത്ര 4 ഉണ്ട്? 6 into 4 24 ആണ്. ആൻസർ നോക്കിയേ, ഇതാ 10 + 6 ഇതും 16 ആണ്. അപ്പോൾ എല്ലാ ഓപ്ഷൻസും കൂടി ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞ ഈ ഉത്തരം കണ്ടുപിടിക്കാം. 128നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ഉത്തരം കണ്ടുപിടിക്കാം. എന്നിട്ട് ആവശ്യമുള്ള മാത്രം ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ സംശയം എന്തെങ്കിലും ഒരേപോലത്തെ എന്തെങ്കിലും പാറ്റേൺ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ ഡൗട്ടുള്ള മാത്രം ചെയ്ത് വെക്കുക. അപ്പോൾ ഇവിടെ എനിക്ക് ഡൗട്ട് വരാനുള്ള കാരണം എന്തായിരുന്നു നോക്കിയേ, അവിടെ 128 ആണ്, ഇവിടെ 64 ആണ്. 128ന്റെ പകുതിയാണ് 64. ഇവിടെ 8 ആണ്, ഇവിടെ 4 ആണ്. 8ന്റെ പകുതിയാണ് 4. ഓക്കെ. അപ്പോൾ അതാണ് ആ ഒരു ചെയ്യാനുള്ള ട്രിക്ക് എന്ന് പറയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പാറ്റേൺ യൂസ് ചെയ്യാം. അല്ല ഒരു കുട്ടിക്ക് ട്രിക്കൊന്നും കിട്ടുന്നില്ലെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്യണമെങ്കിൽ 4 ചെയ്ത് നോക്കിയിട്ട് ഉത്തരം കണ്ടുപിടിക്കേണ്ട ആവശ്യം വരും. നമുക്ക് വേണമെങ്കിൽ ആൻസർ നോക്കാം. 64നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ 4 ആണ്. 64നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ 8 ആണ്. ദെൻ നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള 64നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 16 ആണ്. 256നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 64 ആണ്. നമ്മുടെ ആൻസർ വരിക ഓപ്ഷൻ സി ആണ്. ഓക്കെ. ഈ ഒരു മെത്തേഡിൽ ചെയ്താൽ മതി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടെ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഇഫ് വി കണ്ടിന്യൂ ദിസ് പാറ്റേൺ, ഈ ഒരു പാറ്റേൺ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദി ലാസ്റ്റ് നമ്പർ ഇൻ ദി 20th റോ. ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ, ഇത് തേർഡ് റോ, ഇത് ഫോർത്ത് റോ. അങ്ങനെ നമ്മൾ ഈ പാറ്റേൺ ഇങ്ങനെ ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ 20ാമത്തെ റോന്റെ അവസാനത്തെ നമ്പർ എന്നാണ് ചോദ്യം. ഓക്കെ. ഇവിടെ നോക്കിയാൽ കാര്യം മനസ്സിലാകും. 4 8 12 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ് ഈ ഫസ്റ്റ് വരുന്ന ആൾക്കാരൊക്കെ. 4 8 12. അപ്പൊ എന്തായിരിക്കും ആ 0 വരുന്നുണ്ടാവുക? യെസ്, ഞാൻ ഇവിടെ സൈഡിൽ എഴുതുന്നുണ്ട്. ഈ ആൾക്കാരെ കുറിച്ച് മാത്രം ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ. 0 എന്ന് പറഞ്ഞാൽ 4 into 0 ആണ്. 4 എന്ന് പറഞ്ഞാൽ 4 into 1 ആണ്. 8 എന്ന് പറഞ്ഞാൽ 4 into 2 ആണ്. 12 എന്ന് പറഞ്ഞാൽ 4 into 3 ആണ് വരുന്നത് അല്ലേ. 4 into 1 4 into 2 4 into 3. അവിടെ നോക്കൂ, ഒന്നാമത്തെ വരിയിൽ 4 into 0, രണ്ടാമത്തെ വരിയിൽ 4 into 1, മൂന്നാമത്തെ വരിയിൽ 4 into 2, നാലാമത്തെ വരിയിൽ 4 into 3. അപ്പൊ നോക്കേണ്ടത് എന്താ വെച്ചാൽ എത്രാമത്തെ വരിയാണോ അതിൻ്റെ തൊട്ട് ബാക്കിലുള്ള നമ്പറുടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇവിടെ നോക്കി, നാലാമത്തെ വരി, ഫോർത്ത് റോ ആണ് ഈ കാണുന്നത്. നാലാമത്തെ വരിയിലെ ആൻസർ കിട്ടാൻ ഫസ്റ്റ് നമ്പർ എന്താണ്? 4. അതിന് തൊട്ട് ബാക്കിലുള്ളത് 3 ആണ്. 4 into 3 ആണ്. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം 20ാമത്തെ വരിയിലെ ലാസ്റ്റ് നമ്പറാണ് ചോദിച്ചത്. നമുക്ക് എന്ത് ചെയ്യാം, 20ാമത്തെ വരിയിലെ ഫസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാം. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? 4 into, മൂന്നാമത്തെ വരിയാണെങ്കിൽ 4 into 2, നാലാമത്തെ വരിയാണെങ്കിൽ 4 into 3. അപ്പോൾ 20ാമത്തെ വരിയാണെങ്കിൽ 4 into 19 വരും. 4 into 19 വരുന്നുണ്ട്. സോ ആൻസർ വരിക 76. അപ്പോൾ 20ാമത്തെ വരിയിലെ ഫസ്റ്റ് നമ്പർ 76, സെക്കൻഡ് നമ്പർ 77, പിന്നെ 78, ലാസ്റ്റ് നമ്പർ 79 ആയിരിക്കും ആൻസർ വരിക. ഓക്കെ. So if you continue this pattern, what will be the last number in the 20th row? Answer 79. Answer 79.
അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യന്. 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. A, B, C, D. 4 നന്നായിട്ട് പഠിക്കുക. ഇത് ഡിവിഷൻ മെത്തേഡ്സ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ.